ഹോസ്പിറ്റലിൽ പോണം. കുട്ടിച്ചായ. ആ വാ. പ്രദീപ് മേനോൻ, മോളുടെ ക്ലാസ്മേറ്റ് ആണ്. അച്ഛൻ വാ ഇരിക്ക്. എന്താ ഹോളിഡേസ് ആണോ? അല്ല, ഡേസിയെ ഒന്ന് കാണാൻ. ക്ലാസ് കട്ട് ചെയ്ത് വന്നു അല്ലേ? നേഴ്സ് അകത്തുണ്ട്. ആ, പ്രദീപിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇളയച്ചൻ ഇളയച്ചൻ മാത്രമേ മാത്രമേ. അതെ, അച്ഛനും അമ്മയും മരിച്ചുപോയി. ഇളയച്ചൻ എന്ത് ചെയ്യുന്നു? റിസർച്ച് സ്കോളറാ, ബൊട്ടാനിക്കൽ റിസർച്ച്. ഞാനിതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. എന്നെ പോലെ ഒരു ക്രോണിക് ബാച്ചിലർ ആണെന്ന് കേട്ടു. ഹൈസ്കൂൾ കഴിഞ്ഞാൽ പ്രദീപ് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. അതിനൊക്കെ എവിടെയാ സമയം അല്ലേ? അതിനേക്കാൾ ഗൗരവമേറിയ കാര്യങ്ങൾ വേറെ ഉള്ളപ്പോ ആ അത് പോണ്ടേ? അപ്പൊക്കോ പോ. ഇവിടെ ഇരുന്ന് സിഗരറ്റ് വലിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? അതെയോ? അത് നേരത്തെ പറഞ്ഞൂടെ? Pradeep, bah, come. Sit down. എന്താ ഇങ്ങനെ ഒരു മാതിരി? ഏയ്, ഒന്നുമില്ല. How are you? Fine. Don't I look fine? Yes. ആ, പിന്നെ സ്കൂളൊക്കെ കളഞ്ഞിട്ട് എന്തിനാ ഇങ്ങോട്ട് ഓടി വന്നത്? ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞത് വിശ്വാസായില്ല അല്ലേ? അതുകൊണ്ടല്ല, ഒന്ന് കാണണമെന്ന് തോന്നി. പിന്നെ എന്തൊക്കെയാ സ്കൂൾ വിശേഷങ്ങൾ? ജോൺ ദ ബാപ്റ്റിസ്റ്റും ബോംബ് തോമയും ഒക്കെ എന്തു പറയുന്നു? എല്ലാവരും അന്വേഷണം പറയാൻ പറഞ്ഞു. ഓപ്പറേഷൻ 2 ദിവസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. പ്രദീപ്, ഛേ, എന്താ ഇത്? കുട്ടികളെ പോലെ ഇനി സ്കൂൾ മിസ് ചെയ്ത് ഇങ്ങനെ ഓടിച്ചാടി വരരുത്. ഹോളിഡേസ് കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോഴേക്കും ഞാൻ തിരിച്ചു വരും. വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു ചരിത്ര പുരുഷൻ കാത്തിരിക്കല്ലേ എന്റെ 3ാമത്തെ ആഗ്രഹം സാധിച്ചേരാൻ. പ്രോമിസ്. ഡേസി തിരിച്ചു വരുമെന്ന് പറഞ്ഞാ വരും. പ്രദീപ്, എനി ന്യൂസ്? അവര് വരുന്നു. കുട്ടിച്ചായന്റെ ടെലഗ്രാം. വേറൊന്നുമില്ല, അറൈവിംഗ് എന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയി കാണും. അല്ലാതെ മടങ്ങി വരുമോ? അതെ, അത് തന്നെയാ പ്രദീപ്. പ്രദീപ് അപ്സെറ്റ് ആവണ്ടെന്ന് വെച്ച് ഓപ്പറേഷൻ അറിയിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാവും. പക്ഷെ കുട്ടിച്ചായൻ ഉറപ്പ് പറഞ്ഞതായിരുന്നു. എന്നിട്ടും ഒക്കെ ശരിയാവും. നിങ്ങളൊക്കെ എന്ത് വിചാരിച്ചാലും ശരി, ഡെയ്സിക്ക് ഒരു അബദ്ധം വരില്ല. ഐ എം ഷുവർ. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഒരു ഫലവും ഇല്ലാതെ വരുമോ പ്രദീപ്?
ഓപ്പറേഷൻ ഓപ്പറേഷൻ പോസ്റ്റ്പോൺ ചെയ്തു. താൻ പോയിട്ട് പിന്നെ വാ. അവൻ പിന്നെ വരും. നമുക്ക് പോവാം. റെസ്റ്റ് എടുക്കണ്ടേ? കുട്ടിച്ചായ How are you? ഫൈൻ. പിന്നെ എന്താ ഓപ്പറേഷൻ പോസ്റ്റ്പോൺ ചെയ്തത്? അത് ജനറൽ ഹെൽത്ത് ഹാസ് ടു ഇംപ്രൂവ്. BP, അനീമിയ. അവിടെ തന്നെ റെസ്റ്റ് എടുത്താൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞ്. ഞാനും ഇൻസിസ്റ്റ് ചെയ്തു. ഇവള് കേൾക്കണ്ടേ? ഇങ്ങോട്ട് മടങ്ങണമെന്ന് വാശി. ഈ ഓപ്പറേഷൻ വളരെ റിസ്കിയാ, അതല്ലേ ഫാക്ട്? We have to face the facts. What do you say? ആ സർജൻ എന്തു പറഞ്ഞു? അയാങ്ങനെ പല ഓപ്പറേഷനും ചെയ്ത ആളല്ലേ, അദ്ദേഹത്തിന് ഹോപ്പുണ്ടോ? തീരെ ഹോപ്പ്ലെസ് ആയ കേസസ് ചിലപ്പോ മിറാക്കുലസ് ആയി രക്ഷപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോ നമുക്കൊന്നും പറയാൻ നോക്കില്ല. മിറാക്കിൾ, ഇവിടെ ഒരു മിറാക്കിൾ ഉണ്ടാവട്ടെ എന്റെ ഈശ്വര. ഒരു രോഗവും ഇല്ലാത്തവർ പെട്ടെന്ന് മരിക്കുന്നു. നമുക്ക് എന്ത് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിയും? I've seen it. Yeah. ലൈഫിനെ പറ്റി ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവില്ലേ? ഉണ്ടാവാം. മെഡിക്കൽ സയൻസ് പറയുന്നത് തന്നെയാണ് അൾട്ടിമേറ്റ് എന്ന് ആർക്കും ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. പ്രാർത്ഥിച്ച് മകന്റെ രോഗം അച്ഛൻ ഏറ്റുവാങ്ങിയതായി മുഗൾ ഹിസ്റ്ററിയിലുണ്ട്. അതുപോലെ That's history now, my boy. Let's hope for the best. നീ വല്ലതും കഴിക്കണം? ഒന്നും വേണ്ട, ഞാൻ അവൾ ഇപ്പൊ പോയി കിടന്നേ ഉള്ളൂ. നീ ഇപ്പൊ ഇല്ല, അവിടെ ഞാൻ ഉണർത്തില്ല. ഒന്ന് കണ്ടാ മതി.